വളരെ പ്രത്യേകതയുള്ള അതിഥിയുണ്ട്. ഈ ദിവസത്തിന്റെ താരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വി കുഞ്ഞികൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം കഥ ഇന്നത്തെ പയ്യന്നൂരിലെ വിജയത്തിലുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വി കുഞ്ഞികൃഷ്ണൻ, കേരള ചരിത്രത്തിൽ കേരളം ഉണ്ടായത് മുതൽ ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രം വിജയിപ്പിച്ച മണ്ഡലം എന്ന പ്രത്യേകത പയ്യന്നൂരിനുണ്ട്. എ വി കുഞ്ഞമ്പ് മുതൽ മഹാരഥന്മാർ എം വി രാഘവൻ, പിണറായി വിജയനൊക്കെ ജയിച്ചു വന്ന പയ്യന്നൂർ മണ്ഡലത്തിൽ ഒരിക്കലും LDF തോക്കില്ല, അല്ലെങ്കിൽ CPIM മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി തോക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ. അങ്ങനത്തെ കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ താങ്കൾ ഇന്ന് ജയിച്ചു എന്നുള്ളത് സത്യത്തിൽ ആ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു. കാരണം പാർട്ടിയെ ഒരു തരത്തിൽ റിലീജിയസ് ആയി ഫോളോ ചെയ്യുന്ന ഇത്രയധികം ആളുകളുള്ള വലിയ ജനക്കൂട്ടമുള്ള പയ്യന്നൂർ പോലത്തെ ഒരു സ്ഥലം, മറ്റ് രാഷ്ട്രീയ സംഘടനകൾക്ക് അങ്ങനെ അത്ര വലിയ വേരാട്ടാൻ കഴിയാത്ത ഒരു സ്ഥലം, അവിടെ ജനങ്ങൾ CPIM-ന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി താങ്കളെ വിജയിപ്പിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സർപ്രൈസ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആണ്. താങ്കൾക്ക് ആദ്യമേ അഭിനന്ദനങ്ങൾ. എന്തുകൊണ്ട് ഈ റിസൾട്ട് വന്നു എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അല്ല, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ് എന്ന് ബോധ്യമുള്ള വലിയ വിഭാഗം ജനങ്ങൾ, അത് പാർട്ടി മെമ്പർമാരും പാർട്ടി അണികളും ഈ പാർട്ടിക്കകത്തുണ്ട് എന്നതാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. അത് ശരിവെക്കുന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ 44,000-അടുത്ത് വോട്ട് UDF-നും 94,000-അടുത്ത് വോട്ട് LDF-നും ലഭിച്ച ഒരു മണ്ഡലമാണ്. 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഈ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെന്ന വിശ്വാസം ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ഞാനാണെങ്കിൽ ജയിക്കാൻ സ്ഥാനാർത്ഥിയായതല്ല എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. CPIM-ന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടം സമൂഹത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മത്സരരംഗത്തേക്ക് വന്നത് എന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പം ഈ പാർട്ടിക്കകത്ത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ് എന്ന് ബോധ്യമുള്ള വലിയ വിഭാഗം ആളുകൾ ഉണ്ട് എന്ന് അന്ന് പറഞ്ഞപ്പോൾ പാർട്ടി നേതൃത്വത്തിന് അത് ബോധ്യമുണ്ടായിരുന്നില്ല. പാർട്ടി നേതൃത്വം കളങ്കിതരായ വ്യക്തികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഇത് ചൂണ്ടിക്കാണിച്ചവരെ ക്രൂശിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ആ നിലപാട് തെറ്റാണ് എന്നാണ് ജനങ്ങളിപ്പോൾ വിധി എഴുതിയിട്ടുള്ളത്. ഞാൻ എൻ്റെ പുസ്തകത്തിന് പേര് നൽകിയതുപോലെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ പയ്യന്നൂർ മണ്ഡലത്തിലെ CPM മെമ്പർമാരും അനുഭാവികളും ഉൾപ്പെടെ സന്നദ്ധമായിട്ടുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ അവസരം പ്രയോജനപ്പെടുത്തി തെറ്റ് തിരുത്താൻ കേരളത്തിലെ CPM നേതൃത്വം സന്നദ്ധമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനത് സന്നദ്ധമാകുമോ എന്ന് കണ്ടറിയേണ്ടുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ഇപ്പം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഞാനത് വായിക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ കൂടി ചോദിക്കണം. അപ്പോൾ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് നിശ്ചയമായ ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിലാണല്ലോ. മത്സരിക്കാൻ തീരുമാനിക്കുന്ന മൊമെന്റിൽ TI മധുസൂദനനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ CPM തീരുമാനിക്കുന്നു. അതിനോടുള്ള രാഷ്ട്രീയ പ്രതികരണം എന്നുള്ള നിലയിൽ അങ്ങ് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ആ ഘട്ടത്തിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പയ്യന്നൂരിൽ ജയിക്കാൻ കഴിയുമെന്ന തോന്നൽ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു തോന്നലും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ അട്ടിമറിച്ചൊരു വിജയം ആർക്കെങ്കിലും കൈവരിക്കാൻ സാധിക്കും എന്ന് ഞാൻ മാത്രമല്ല ഒരാളും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ സ്ഥാനാർത്ഥിയായി UDF എന്നെ പിന്തുണക്കാൻ സന്നദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ചുരുക്കം ദിവസം മാത്രമേ നമ്മുടെ മുമ്പിൽ ലഭിച്ചുള്ളൂ എന്നുള്ള ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ ജനങ്ങൾക്കിടയിലുള്ള ആവേശം, അത് നമുക്ക് ഈ മണ്ഡലത്തെ മാറ്റാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസം എന്നിലുണ്ടാക്കിയിട്ടുണ്ട്.
പോളിംഗ് കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരു വിജയപ്രതീക്ഷ നൽകുന്നതായിരുന്നു. വോട്ടെണ്ണുന്നത് വരെയും ആ വിജയപ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഞാൻ. ഒരു നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അത് ആ നിലയിൽ ഞാൻ പറയാതിരുന്നത് ഈ പാർട്ടിക്കകത്ത് അടിയൊഴുക്ക് എത്രത്തോളം ശക്തമാണ് എന്ന് ആർക്കും വിലയിരുത്താൻ കഴിയില്ല. അത് എനിക്ക് മാത്രമല്ല, CPM നേതാക്കന്മാർക്ക് പോലും വിലയിരുത്താൻ സാധിക്കുന്നതല്ല. അടിയൊഴുക്കുണ്ടു എന്നുള്ളത് അവർക്കും ബോധ്യമുണ്ട്, എനിക്കും ബോധ്യമുണ്ട്. പക്ഷേ അടിയൊഴുക്ക് എത്രത്തോളമാണ് എന്നത് ഒരാൾക്കും മുൻകൂട്ടി കണക്കാക്കാൻ വോട്ടിന്റെ പാറ്റേൺ ഒക്കെ ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോ കൗണ്ടിങ് കഴിഞ്ഞപ്പോൾ ശ്രീ വി കുഞ്ഞികൃഷ്ണൻ, എനിക്ക് തോന്നുന്നു താങ്കൾക്ക് കിട്ടിയ വോട്ടിന്റെ ഒരു 60% പാർട്ടി അനുഭാവികളുടെയും പാർട്ടി ബന്ധുക്കളുടെയുമാണ്. പാർട്ടി അംഗങ്ങളടക്കം ഇത്തവണ പോളിംഗ് ബൂത്തിൽ ചെന്നപ്പോ താങ്കൾക്കാണ് വോട്ട് ചെയ്തതെന്ന് തോന്നുന്നു, അല്ലേ? ഉണ്ട്. പാർട്ടി മെമ്പർമാരുൾപ്പെടെ, മെമ്പർമാർ മാത്രമല്ല കമ്മിറ്റികളിലെ ആളുകൾ ഉൾപ്പെടെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വോട്ടെണ്ണലിൻ്റെ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിലയിരുത്തിയത്, ആ കൗണ്ടിങ് സ്റ്റേഷനകത്ത് ഞങ്ങൾ വിലയിരുത്തിയത്, കരിവള്ളൂർ പെരളം പഞ്ചായത്താണ് 1 മുതലുള്ള ബൂത്ത് ആരംഭിക്കുന്നത്. CPMൻ്റെ ഉരുക്ക് കോട്ടയാണ്. പക്ഷേ ആ കോട്ടയിൽ അവർ കൊടുത്ത കണക്കിൽ നിന്ന് വ്യത്യസ്തമായി CPMന് വോട്ട് കുറയുകയും എനിക്ക് വോട്ട് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ആദ്യ റൗണ്ടിൽ തന്നെ ഉണ്ടായത്. തുടർന്നുള്ള 14 റൗണ്ടിലും അത് ആവർത്തിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായത്. ആ നിലയിലേക്ക് തുടക്കം മുതൽ തന്നെ ഈ നിലയിലേക്ക് ആണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം എന്ന ധാരണ നമുക്ക് വോട്ടെണ്ണാൻ പോയ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അവസാനം വരെ ശരിയായിരുന്നു എന്ന് തന്നെയാണ് ബോധ്യപ്പെട്ടത്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഇപ്പോൾ എല്ലാവർക്കും തുറന്ന പിന്തുണ പ്രകടിപ്പിക്കാനോ കൂടെ നിൽക്കാനോ ധൈര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പറ്റുകയോ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല, പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതിന് മുതൽ തങ്ങളുടെ പ്രചരണ പ്രവർത്തനത്തിന് സഹകരിച്ചതിന് വരെ പലതരത്തിലുള്ള അതിക്രമങ്ങൾ നേരിട്ട ആളുകൾ ആ മേഖലയിലുണ്ട്. സ്കൂട്ടർ കത്തിച്ചതടക്കമുള്ള സംഭവങ്ങൾ പയ്യന്നൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ പോളിംഗിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ അവിടുത്തെ MLA ആണ്, നിയുക്ത MLA, സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിലും. ആ അന്തരീക്ഷത്തിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? അല്ല, ആ CPM എത്ര ആളുകളെ പുറത്താക്കുമെന്നതാണ് ഇപ്പോൾ ഇനി കാണേണ്ടുന്ന ഒരു കാര്യം. എൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ് സഖാവ് T. പുരുഷോത്തമനെ പുറത്താക്കാനുള്ള കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഞാൻ വാടകയ്ക്ക് പ്രചരണത്തിന് വേണ്ടി ഒരു വാഹനം, ഒരു ടെമ്പോ വാഹനം വാടകയ്ക്കെടുത്തതിൻ്റെ പേരിൽ അതിൻ്റെ ഡ്രൈവറും ഓണറുമായിട്ടുള്ള ഒരു പാർട്ടി മെമ്പറെ പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു. അയാളുടെ ജോലിയാണ് വാഹനം ഓടിക്കുക, വാഹനം വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ആ ജോലി ചെയ്തതിൻ്റെ ഫലമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ച ഒരു പ്രദേശമാണ് ഈ പയ്യന്നൂർ. ഇപ്പോൾ വോട്ട് ചെയ്ത നിരവധി ആളുകൾ, ആരെയൊക്കെ ഇവർക്ക് പുറത്താക്കാൻ സാധിക്കും? എത്ര ആളുകളെ പുറത്താക്കേണ്ടതുണ്ട്? ഈ പാർട്ടിക്കകത്ത് വന്നു ചേർന്നിട്ടുള്ള തെറ്റ് തിരുത്തുക എന്നതാണ്, അപജയം ഇല്ലാതാക്കുക എന്നതാണ്. അതിനുവേണ്ടി നേതൃത്വം ഇനിയെങ്കിലും സന്നദ്ധമാകും എന്നാണ് ഞാൻ കരുതുന്നത്. സന്നദ്ധമായാൽ അത്രയും നല്ലത് എന്നേ സൂചിപ്പിക്കാൻ. തീർച്ചയായും ശ്രീ വി കുഞ്ഞകൃഷ്ണൻ, പയ്യന്നൂർ മാത്രമല്ല തളിപ്പറമ്പ് ഇതേപോലെ ഒരു പാർട്ടി കോട്ടയാണ്, പരാജയപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 6 റൗണ്ടുകളിൽ വിയർത്ത് കഷ്ടപ്പെട്ടാണ് ജയിച്ചത്. ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ മട്ടന്നൂരിലും കല്യാശ്ശേരിയിലും അടക്കം വലിയ വോട്ട് ചോർച്ച ഉണ്ടാവുന്നു. കണ്ണൂരിലെ CPM അനിതര സാധാരണമായ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. കേവലം തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തോറ്റു എന്നുള്ളതിനപ്പുറത്ത് പാർട്ടിയുടെ നെടുങ്കോട്ടയായ കണ്ണൂരിൽ അനിതര സാധാരണമായ ഒരു പ്രതിസന്ധിയെ CPM നേരിടുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രതിസന്ധി കണ്ണൂർ CPMൽ വന്നു, അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലെ CPMൽ വന്നു? തൃക്കരിപ്പൂരും തോറ്റു, തൊട്ടടുത്ത മണ്ഡലമാണല്ലോ പയ്യന്നൂരിന്. തൃക്കരിപ്പൂരും തോറ്റു. എന്തുകൊണ്ട് വന്നു എന്ന് കരുതുന്നു? അതിനൊരു കറക്ഷൻ സാധ്യമാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ആ കറക്റ്റീവ് സ്റ്റെപ്സിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കറക്റ്റീവ് ഫോഴ്സ് എന്ന രീതിയിൽ മാറാതെ CPMന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്
ഈ തെരഞ്ഞെടുപ്പ് ഒരു പാഠാണ്. അത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലാകെ അത് തന്നെയാണല്ലോ അവസ്ഥ. കണ്ണൂർ ജില്ലയിൽ 11-ൽ 9 സീറ്റും കഴിഞ്ഞ തവണ ജയിച്ച ജില്ലയാണല്ലോ കണ്ണൂർ. അപ്പോൾ ആ ജില്ലയിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാഠമാകണം CPM-ന്. അത് പരിശോധിച്ചുകൊണ്ട് തിരുത്താൻ സന്നദ്ധമാകണം. തിരുത്തൽ സാധാരണ പറയുന്നത് പോലെ ഒരു തിരുത്തൽ പ്രക്രിയ ആയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള തിരുത്തൽ പാർട്ടിക്കകത്ത് ഉണ്ടായാൽ ആ പാർട്ടിക്ക് നല്ലത് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. കാരണം ഞാനിപ്പോൾ ആ പാർട്ടിക്ക് പുറത്താണല്ലോ. യെസ്, എന്തായാലും വളരെ നന്ദി, അഭിനന്ദനങ്ങൾ ശ്രീ വി കുഞ്ഞികൃഷ്ണൻ. വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വിജയമാണ് താങ്കളുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ. യെസ്, എന്തായാലും ഇനി വിജയാഹ്ലാദ പ്രകടനവും മറ്റ് പരിപാടികളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ഒരുപാട് നേരം താങ്കളെ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നില്ല. വളരെ നന്ദി. ഈ രാത്രിയിൽ ഏറ്റവും അനുയോജ്യനായ അതിഥിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം കഥ അവിടെ വി കുഞ്ഞികൃഷ്ണന്റെ വിജയത്തിലുണ്ട്. CPM-ന്റെ വലിയൊരു കോട്ടയാണ്. ഇതുവരെ രൂപീകരിച്ചതിന് ശേഷം CPM തോക്കാത്ത മണ്ഡലമാണ് പയ്യന്നൂർ. 1,00,000 വോട്ടിന്റെ മേൽക്കൈയുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ CPM തോക്കണമെങ്കിൽ പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുഭാവികളും അത്രമേൽ ആ പാർട്ടിയോട് വിപ്രതിപത്തി കാണിക്കുകയും തോൽപ്പിക്കാൻ കരുതിക്കൂട്ടി തീരുമാനമെടുത്ത് പോളിംഗ് ബൂത്തിൽ പോയി തോൽപ്പിക്കുകയും വേണം. അതാണ് പയ്യന്നൂരിൽ സംഭവിച്ചിട്ടുള്ളത്. അതാണ് TK ഗോവിന്ദന്റെയും വി കുഞ്ഞികൃഷ്ണന്റെയും അമ്പലപ്പുഴയിൽ 1,00,000-ഓളം അടുത്ത വോട്ടിന്റെ G സുധാകരന്റെയും ഒക്കെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആഭ്യന്തരമായി കൂടി CPIM ആ ക്രൈസിസിനെ എങ്ങനെ നേരിടുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.